പഴയ രാജഭരണകാലത്ത് അവിടുത്തെ ഒരു തടവറയിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ താൻ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് എന്നാൽ തന്നിൽ കുറ്റാരോപിതനായിട്ട് ശിക്ഷിക്കപ്പെട്ട് ഈ ജയിലിൽ അകപ്പെടുന്നു. ആരും തന്നെ വിശ്വസിക്കുന്നില്ല താൻ പറയുന്ന സത്യം. അങ്ങനെ ആ ജയിലിൻ്റെ അകത്ത് അകപ്പെട്ട ആ പയ്യൻ ഒരു നാൾ കാണുന്നു, ഒരു പാമ്പ് ഇഴഞ്ഞ് താൻ കിടക്കുന്ന ആ മുറിക്കകത്തൂടെ, ജയിലറയ്ക്കകത്തൂടെ കടന്നു പോകുന്നു. നോക്കിയപ്പോഴത്തേക്ക് തൻ്റെ ഉറ്റ സുഹൃത്ത് പാമ്പാണ്. ഈ പയ്യൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന വനവാസി ആണ്. പാമ്പ് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ? അവൻ ചോദിച്ചു, നീ എന്താ ഇങ്ങോട്ട്? അങ്ങനെ പരസ്പരം വിശേഷം പങ്കുവെക്കുകയും അങ്ങനെ ഈ പാമ്പിനോട് തൻ്റെ നിരപരാധിത്വം പറയുന്നു. എനിക്ക് കുറച്ച് സ്വർണം, ഞാൻ ചെയ്തു കൊടുത്ത ജോലിക്ക് ഒരു വ്യവസായി എനിക്ക് തന്ന സ്വർണം ഞാൻ അത് കൊണ്ടുപോയി ചന്തയിൽ വിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ ആ ഒരു സ്വർണ വ്യാപാരി എന്ത് ചെയ്തു? തൻ്റെ സ്വർണമാണെന്ന് കള്ളം പറഞ്ഞു ഭരണാധികാരിയോട്. അങ്ങനെ ഭരണാധികാരി അത് വിശ്വസിച്ചുകൊണ്ട് എന്നെ കുറ്റവാളിയാക്കി എന്നെ ഈ ജയിലിനകത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന വ്യാപാരിക്ക് ഭരണാധികാരിയുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് അയാൾ പറയുന്നതേ ഭരണാധികാരി വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നതിന് വിലയില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്, സാധാരണക്കാരനാണ്, ജോലി ചെയ്ത് ജീവിക്കുന്നവനാണ്, എനിക്ക് നിലയും വിലയും ഇല്ല എന്ന് വിലപിക്കുന്നു ഈ ചെറുപ്പക്കാരൻ പയ്യൻ. പാമ്പ് പറഞ്ഞു, നീ ഒന്ന് ക്ഷമ കാണിക്കൂ. ഞാനിപ്പോൾ പുറത്തേക്ക് പോയിട്ട് നിന്റെ ഈ പറഞ്ഞ സ്വർണ വ്യാപാരി ആരാന്ന് എനിക്ക് മനസ്സിലായി. അവന് ഞാൻ അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു. ഒരു തവണ എന്നെ അവൻ തല്ലിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ്. ഇന്ന് രാത്രി ഉറപ്പായിട്ടും അവനെ ഞാൻ കൊത്തിയിരിക്കും. അവനിൽ ഞാൻ വിഷം അവൻ്റെ ശരീരത്തിലേക്ക് കയറ്റിയിരിക്കും. പിറ്റേ ദിവസം രാവിലെ വാർത്ത ഭരണാധികാരിക്ക് കിട്ടുന്നത് അവൻ്റെ ദുർമരണം ആയിരിക്കും. അപ്പം ഈ പയ്യൻ ചോദിച്ചു, അങ്ങനെ ആവശ്യമുണ്ടോ? എനിക്ക് ആരോടും പ്രതികാരമില്ല. മാത്രമല്ല അവൻ പുറത്ത് അങ്ങനെ മരിച്ചുകൊണ്ട് എനിക്കെന്താണ് ലാഭം? ഞാനെങ്ങനെ ഈ ജയിലിൽ അറിയുന്നു പുറത്ത് വരും? അപ്പോൾ പാമ്പ് പറഞ്ഞു, കണ്ടോണം. അങ്ങനെ വിഷപ്പാമ്പിനാൽ കൊല്ലപ്പെടുന്ന ഈ സ്വർണ വ്യാപാരി, അയാളുടെ മരണം ഭരണാധികാരി അറിയുകയും അങ്ങനെ ഇയാളെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും മറ്റും അറിയാൻ ഭരണാധികാരി തുടർന്ന് വരികയും അങ്ങനെ ഇയാളുടെ ഓർമ്മയിൽ, ഭരണാധികാരിയുടെ ഓർമ്മയിൽ ഈ കൊച്ചു പയ്യൻ്റെ കാര്യവും കൂടി ശ്രദ്ധയിൽ വരികയും അങ്ങനെ പയ്യനെ വീണ്ടും വിചാരണയ്ക്ക് വിധേയമാക്കിയപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഓരോന്നും നമ്മിലൂടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനും അതീതമായിട്ട് കടന്നു പോകുന്നെങ്കിലും പ്രകൃതിയാൽ തന്നെ സത്യം തെളിയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നതാണ് വാസ്തവികത. അതാണ് ഈ കഥയുടെ പൊരുൾ. കറങ്ങിത്തിരിഞ്ഞ് എന്തായാലും ഇയാൾ ജയിലറയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഈ പയ്യൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കഥയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ്റെ ഉള്ളിൽ ആരോടും പ്രതികാരമില്ല, അവൻ്റെ മനസ്സിൽ നിഷേധത്വമില്ല. അപ്പം നമ്മുടെ മനസ്സിൽ നിഷേധത്വം അല്ലെങ്കിൽ എത്തരം ചിന്തയാണ് വരുന്നെങ്കിലും
ആ താലോലിക്കപ്പെടുന്ന ചിന്തയ്ക്ക് അനുസരിച്ചുള്ള വൈകാരികതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അത് നമ്മൾ അനുഭവിക്കണമല്ലോ എന്താണെങ്കിലും. അതിനനുസരിച്ചുള്ള രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്നത്, നമ്മുടെ മസ്തിഷ്കത്തിൽ. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിരാശപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതികാരം, അല്ലെങ്കിൽ വെറുപ്പ്, എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ലത് എങ്കിൽ, ശുഭകരമായിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ ബ്രെയിൻ നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനനുസരിച്ചാണല്ലോ നമുക്ക് അനുഭവം വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ പയ്യനെ സംബന്ധിച്ചോളം അയാൾ നല്ലത് ചിന്തിച്ചു, അയാൾ പ്രതികാരത്തിന് തുനിഞ്ഞില്ല, തൻ്റെ വിധി ആണ് അകപ്പെട്ടു. എന്നാൽ അത്തരം ഒരു തൻ്റെ സുഹൃത്ത് തൻ്റെ റൂമിലേക്ക് ഇഴഞ്ഞു വരികയും തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്തു, തൻ്റെ ശുഭാപ്തി വിശ്വാസത്താൽ. അപ്പോൾ അതാണ് ഈ കഥയുടെ പൊരുൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ വൈകാരികത നമ്മൾ അനുഭവിക്കുന്നത്, നല്ലതോ ചീത്തയോ. പക്ഷെ നമ്മൾ തന്നെയാണ് അത് അനുഭവിക്കുന്നത്, മറ്റൊരാളല്ല. അത് മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾക്ക് ദേഷ്യം, കോപം, ക്രോധം, പ്രതികാരം, ഭയം, ഉത്കണ്ഠ, ആകുലത ആദി വ്യാധികളുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് മാറ്റാം. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിക്കൽ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. 9605743596 എന്ന നമ്പർ വിളിക്കുക, വരിക. നമുക്ക് കൊല്ലം മുഖത്തലയിലും NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. വരിക, സേവനം നേടുക. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ഫാമിലി കൗൺസിലിംഗ്, അഡോളസെന്റ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. വന്ന് സേവനം നേടൂ. സുരക്ഷിതമായി ആരോഗ്യകരമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാം. വരിക. വെൽക്കം.